ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിൽ പാൽക്കടലിടുക്കിൽ ജനവാസമില്ലാതെ കിടക്കുന്ന ഒരു കുഞ്ഞു ദ്വീപ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തകളിൽ നിറയുകയാണത്. ഇന്ത്യയിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ, ഒരു വിവാദത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കച്ചത്തീവ് എന്ന ഈ ദ്വീപ്. കച്ചത്തീവ് ഇന്ത്യ ഏറ്റെടുക്കണമെന്ന തമിഴക വെട്രി കഴകം നേതാവും നടനുമായ വിജയുടെ പരാമർശത്തിലായിരുന്നു ഇത്തവണ തുടക്കം. ഇന്ത്യക്ക് കൈമാറില്ലെന്നും ദ്വീപ് ശ്രീലങ്കയുടെ ഭാഗമാണെന്നും ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്തിന്റെ പ്രതികരണം എത്തിയതോടെ വിവാദങ്ങൾ വീണ്ടും തലപൊക്കുകയാണ്. 285 ഏക്കർ മാത്രമുള്ള ജനവാസമില്ലാത്ത ഒരു ദ്വീപിന്റെ പേരിൽ ഇന്ത്യൻ രാഷ്ട്രീയം വാക്പോര് നടത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കച്ചത്തീവ് എന്ന ഒരു കുഞ്ഞൻ ദ്വീപ് രാജ്യം മുഴുവൻ ചർച്ചയാവുന്നു. എന്താണ് പ്രശ്നം? എന്താണ് കച്ചത്തീവിന്റെ പ്രസക്തി? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ആദ്യം കച്ചത്തീവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. തമിഴ്നാട്ടിലെ രാമേശ്വരത്തിനും ശ്രീലങ്കയുടെ ജാഫ്നയ്ക്കുമിടയിലുള്ള പാൽക്ക് സ്ട്രേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ്. 285 ഏക്കർ വിസ്തൃതിയുള്ള ഈ ദ്വീപ് 1.6 കിലോമീറ്റർ നീളവും 300 മീറ്റർ വീതിയുമുള്ള ചെറിയ ഭൂപ്രദേശമാണ്. രാമേശ്വരത്തിന് 33 കിലോമീറ്റർ വടക്ക് കിഴക്കും ജാഫ്നയിൽ നിന്ന് 62 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറുമായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ സ്ഥിരതാമസക്കാരില്ലെങ്കിലും അവിടുത്തെ സെയിന്റ് ആന്റണീസ് കാത്തലിക് ദേവാലയത്തിൽ വർഷം തോറും ഫെബ്രുവരിയിലോ മാർച്ചിലോ നടക്കുന്ന തിരുനാൾ ഉത്സവത്തിന് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് എത്തുന്നത്. 1905 സ്ഥാപിച്ച പള്ളിയിലെ ആരാധന തമിഴിലാണ്. കുടിവെള്ളമില്ലാത്തത് കാരണം മത്സ്യത്തൊഴിലാളികളുടെ വിശ്രമ സ്ഥലം മാത്രമായി കച്ചത്തീവ് ഒതുങ്ങി. മധ്യകാലഘട്ടത്തിൽ കച്ചത്തീവ് ജാഫ്നയുടെ നിയന്ത്രണത്തിലായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ രാമനാട്, ഇന്നത്തെ രാമനാഥപുരം സമീന്ദാരിയുടെ കീഴിലേക്ക് ദ്വീപിന്റെ നിയന്ത്രണം മാറി. ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് കച്ചത്തീവ് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. എന്നാൽ 1921 മത്സ്യബന്ധന അതിർത്തികൾ നിർണയിക്കുന്നതിനായി ഇന്ത്യയും ശ്രീലങ്കയും ദ്വീപിന്റെ ഉടമസ്ഥത അവകാശപ്പെട്ടതോടെയാണ് തർക്കങ്ങൾ ആരംഭിക്കുന്നത്. 1921-22 കാലത്ത് ഇതിനൊരു തീർപ്പുണ്ടാക്കുന്നതിന്റെ ഭാഗമായി 17-ാം നൂറ്റാണ്ടിന് മുൻപുള്ള രേഖകൾ അനുസരിച്ച് കച്ചത്തീവ് സിലോണിന്റെ സമുദ്രാതിർത്തിക്കുള്ളിലാണെന്ന് മദ്രാസ് സിലോൺ സർക്കാരുകൾ അംഗീകരിച്ചു. സ്വാതന്ത്ര്യാനന്തരം നെഹ്റു സർക്കാരും ഇത് പിന്തുടർന്നു. 1974 ഇന്ത്യ ശ്രീലങ്ക സമുദ്രാതിർത്തി കരാർ പ്രകാരം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു. യഥാർത്ഥത്തിൽ 1921 തന്നെ ഏറെക്കുറെ ധാരണയിലെത്തിയിരുന്ന സമുദ്രാതിർത്തി 1974 ഔദ്യോഗികമായി അംഗീകരിക്കുക മാത്രമാണ് ഉണ്ടായത്. ഈ തീരുമാനം ശ്രീലങ്കയുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താനും സമുദ്രാതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാനും ഉദ്ദേശിച്ചുള്ളതായിരുന്നു. ഉടമസ്ഥാവകാശം ശ്രീലങ്കയ്ക്കാണെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കച്ചത്തീവിൽ മത്സ്യബന്ധനം നടത്താമെന്നും ദ്വീപിൽ വിശ്രമിക്കുകയും വല ഉണക്കുകയും ചെയ്യാമെന്നും ഉടമ്പടിയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇവിടെ ആകെയുള്ള അന്തോണീസ് പുണ്യാളന്റെ പള്ളിയിൽ പെരുന്നാളിന് പങ്കെടുക്കാൻ മത്സ്യത്തൊഴിലാളികൾക്കുള്ള അവകാശവും ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീലങ്കയിലോ ഇന്ത്യയിലോ ഉള്ളവർക്ക് വിസയോ പാസ്പോർട്ടോ ഇല്ലാതെ പെരുന്നാളിൽ പങ്കെടുക്കാനാകുമെന്നുള്ളതായിരുന്നു വ്യവസ്ഥ. ഈ കരാർ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ളവർക്ക് കച്ചത്തീവ് ഉപയോഗിക്കാനുള്ള അവകാശം നൽകിയിരുന്നുവെങ്കിലും മത്സ്യബന്ധന അവകാശങ്ങൾ വ്യക്തമായി നിർവചിക്കപ്പെട്ടിരുന്നില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സ്ഥിതിഗതികൾ പാടെ മാറിമറിഞ്ഞു. കച്ചത്തീവിന്റെ ഉടമസ്ഥതയേക്കാൾ മത്സ്യബന്ധന അവകാശങ്ങളാണ് വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ പരമ്പരാഗതമായി മത്സ്യസമ്പത്തേറെയുള്ള കച്ചത്തീവിന്റെ പരിസരത്ത് മത്സ്യബന്ധനം നടത്തിയിരുന്നു. എന്നാൽ 1976 കരാർ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ പരിമിതപ്പെടുത്തി. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് കച്ചത്തീവിലേക്ക് സർക്കാർ കാര്യമായി ശ്രദ്ധ പുലർത്തിയിരുന്നില്ല. മത്സ്യവിളവ് കുറഞ്ഞു വന്നതോടെയാണ് ഇരു രാജ്യത്തെയും മീൻപിടുത്തക്കാർ തമ്മിലുള്ള തർക്കങ്ങൾ വീണ്ടും രാഷ്ട്രീയ പരാമർശങ്ങൾക്ക് കാരണമായത്. യുദ്ധശേഷം ശ്രീലങ്കൻ സർക്കാർ സമുദ്രാതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കി. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ അവരുടെ സമുദ്രാതിർത്തിയിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നുവെന്നായിരുന്നു ശ്രീലങ്കയുടെ ആരോപണം. ഇതോടെ കച്ചത്തീവിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലായി. അതിർത്തി ലംഘിച്ചതിന് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുക, അവരുടെ ബോട്ട് കണ്ടുകെട്ടുക, കസ്റ്റഡിയിലെടുത്ത് ഉപദ്രവിക്കുക തുടങ്ങി ഇന്ത്യയിൽ ദുരിത വാർത്തകളുടെ കേന്ദ്രമായി മാറുകയായിരുന്നു കച്ചത്തീവ്. സൗഹൃദം ഉദ്ദേശിച്ച ഇരു രാജ്യങ്ങൾ ഉണ്ടാക്കിയ ഉടമ്പടി തീരാ തലവേദനയായി മാറുന്നതാണ് പിന്നീട് കണ്ടത്. മാത്രമല്ല, തമിഴ്നാടും കേന്ദ്ര സർക്കാരും തമ്മിൽ നിരന്തരം വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനും ഇതിടയാക്കിയിട്ടുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കച്ചത്തീവ് എന്ന പേര് ഇതാദ്യമായല്ല ഉയർന്നു വരുന്നത്. കഴിഞ്ഞ കൊല്ലം പ്രതിഷേധത്തിന്റെ ഭാഗമായി അതുവരെ മുടക്കാത്ത അന്തോണീസ് പുണ്യാളന്റെ തിരുനാളിൽ വരെ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ പങ്കെടുത്തിരുന്നില്ല.
കച്ചത്തീവ് വിട്ടുകൊടുക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു പറഞ്ഞതായും ആ ദ്വീപ് സംരക്ഷിക്കുന്നതിൽ ഇന്ദിരാഗാന്ധിക്ക് യാതൊരു താൽപര്യമില്ലെന്നും നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതോടെ തമിഴ്നാട്ടിൽ വീണ്ടും പ്രതിഷേധം കനത്തു. ഇപ്പോൾ തമിഴക വെട്രി കഴകം നേതാവും നടനുമായ വിജയ് കച്ചത്തീവ് ഇന്ത്യ തിരിച്ചെടുക്കണമെന്നും അതുവരെ 99 വർഷത്തേക്ക് ലീസിനെടുക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ നടപടി ആവശ്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ വിജയുടെ ഈ പ്രസ്താവന സൗത്ത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള ശ്രമമാണെന്ന് ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത് പ്രതികരിച്ചു. ഇത്തരം പ്രസ്താവനകൾ നയതന്ത്ര തലത്തിൽ പ്രധാനമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കച്ചത്തീവ് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ഈ വർഷം ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കത്തെഴുതിയിരുന്നു. തമിഴ്നാട് നിയമസഭ ഈ ആവശ്യം ഉന്നയിച്ച് ഒരു പ്രമേയം പാസാക്കുകയും ചെയ്തു. ശ്രീലങ്കൻ നാവികസേന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുന്നതും അവരുടെ ബോട്ടുകൾ പിടിച്ചെടുക്കുന്നതും തുടർച്ചയായ പ്രശ്നമാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടെ 6184 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക അറസ്റ്റ് ചെയ്യുകയും 1175 ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കറും വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ശ്രീലങ്കയുടെ വീക്ഷണത്തിൽ കച്ചത്തീവ് വിഷയം 50 വർഷം മുൻപ് പരിഹരിക്കപ്പെട്ട ഒരു വിഷയമാണ്. ഇതിൽ ഒരു വിവാദവുമില്ല എന്ന് പറഞ്ഞ് 2024 ശ്രീലങ്കൻ മന്ത്രി അലി സബ്രി കൈയൊഴിഞ്ഞിരുന്നു. മോദിയുടെ 2025 ശ്രീലങ്ക സന്ദർശന വേളയിലും കച്ചത്തീവ് വിഷയം വീണ്ടും ചർച്ചയായി. സ്റ്റാലിനും കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരിയും വിഷയത്തിൽ ഇടപെടണമെന്ന് മോദിയോട് അന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ശ്രീലങ്കൻ മന്ത്രിസഭ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് മന്ത്രി ബന്ദുല ഗുണവർദ്ധന വ്യക്തമാക്കിയത്. കച്ചത്തീവ് വിഷയം പരിഹരിക്കാൻ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ ആവശ്യമാണ്. അതിർത്തി കടന്നുള്ള പാരിസ്ഥിതിക കാര്യനിർവഹണത്തിന്റെയും സാമൂഹിക ഇടപെടലിന്റെയും മാതൃക രൂപപ്പെടുത്താൻ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും സാധിക്കേണ്ടതുണ്ട്. ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കറും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ദ്വീപിന്റെ ഉടമസ്ഥതയിൽ മാറ്റം വരുത്താൻ തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് ശ്രീലങ്ക.